എക്സ്പ്രഷൻ ഫോർ ലോസ് ഓഫ് ഹെഡ് ഡ്യൂ ടു ഫ്രിക്ഷൻ ഇൻ പൈപ്സ്. ഇത് നമുക്ക് ഡാർസീസ് വെയ്സ്വർത്ത് ഇക്വേഷൻ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ചോദിക്കുന്ന ഒരു കേസാണ്. അപ്പോൾ ഡാർസീസ് വെയ്സ്വർത്ത് ഇക്വേഷൻ്റെ ഡെറിവേഷൻ, അതേപോലെ തന്നെ അല്ലെങ്കിൽ ചോദിക്കുക എക്സ്പ്രഷൻ ഫോർ ലോസ് ഓഫ് ഹെഡ് ഡ്യൂ ടു ഫ്രിക്ഷൻ ഇൻ ടർബുലൻറ്റ് പൈപ്പ് എന്ന് നമുക്ക് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ ഈ ഒരു ഡെറിവേഷനാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് എക്സ്പ്രഷൻ ഫോർ ലോസ് ഓഫ് ഹെഡ് ഡ്യൂ ടു ഫ്രിക്ഷൻ ഇൻ പൈപ്സ്. അപ്പോൾ നമുക്ക് ആദ്യമേ ഒരു യൂണിഫോം ഹൊറിസോണ്ടൽ പൈപ്പ് നമ്മൾ അസ്യൂം ചെയ്യുക. അവിടെ സ്റ്റഡി ഫ്ലോ ആണ്, നമ്മളവിടെ ലിക്വിഡാണ് നമുക്ക് ഫ്ലോ ചെയ്യുന്നത് നമ്മൾ അസ്യൂം ചെയ്യുക. സ്റ്റഡി ഫ്ലോ എന്ന് പറഞ്ഞാൽ എന്താണ്? ടൈമിനനുസരിച്ച് ആ ഒരു ഫ്ലൂയിഡിൻ്റെ പ്രോപ്പർട്ടീസിനൊന്നും മാറ്റമില്ല എങ്കിൽ അതിനാണ് നമ്മൾ സ്റ്റഡി ഫ്ലോ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആ സെക്ഷൻ ഒന്ന് നോക്കാം. ഇതാണ് നമ്മുടെ ആ ഒരു ഹൊറിസോണ്ടൽ പൈപ്പ് നമ്മൾ എടുക്കേണ്ടത്. അവിടെ നമുക്ക് രണ്ട് സെക്ഷൻസ് എടുക്കുക. സെക്ഷൻ 1-1 ആൻഡ് 2-2 എന്ന് പറയുന്ന രണ്ട് സെക്ഷൻസ് നമ്മളവിടെ അസ്യൂം ചെയ്യുക. ഇതാണ് നമ്മുടെ സെക്ഷൻ 1-1, ഇതാണ് നമ്മുടെ സെക്ഷൻ 2-2. ഇത് ഈ ഒരു യൂണിഫോം ഹൊറിസോണ്ടൽ പൈപ്പാണ്. അതിൻ്റെ ഡയമീറ്റർ എല്ലാ രണ്ട് പോയിന്റിലും സെക്ഷൻ 1-ലും സെക്ഷൻ 2-ലും സെയിം ആണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ആ ഒരു കേസ്. ഇനി നമുക്ക് ആ ഡെറിവേഷന് വേണ്ട കാര്യങ്ങൾ കുറച്ച് അസ്യൂം ചെയ്യാം. നമുക്ക് ആദ്യം P1 എന്ന് പറയുന്നത് പ്രഷർ ഇൻറ്റൻസിറ്റി അറ്റ് സെക്ഷൻ 1-1 ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്യുക. അതുപോലെ തന്നെ ക്യാപിറ്റൽ V1 എന്ന് പറഞ്ഞാൽ വെലോസിറ്റി അറ്റ് സെക്ഷൻ 1-1. ഇവിടെയുള്ള വെലോസിറ്റിയാണ് നമുക്ക് സെക്ഷൻ 1-ലെ വെലോസിറ്റിയാണ് ക്യാപിറ്റൽ V1 എന്ന് പറയുന്നത്. അടുത്ത പ്രഷർ ഇൻറ്റൻസിറ്റി അല്ലെങ്കിൽ ഇൻറ്റൻസിറ്റി ഓഫ് പ്രഷർ അറ്റ് സെക്ഷൻ 1-1 എന്ന് പറഞ്ഞാൽ സ്മോൾ ലെറ്റർ P1 ആണ്. ഓക്കെ, ഇനി അതേപോലെ തന്നെ ഇതേപോലെ നമുക്ക് സെക്ഷൻ 2-ൻ്റെ കേസ് വരുമ്പോൾ എന്താണ്? ഇൻറ്റൻസിറ്റി ഓഫ് പ്രഷർ എന്ന് പറഞ്ഞാൽ P2 വരും. അതുപോലെ വെലോസിറ്റി അറ്റ് സെക്ഷൻ 2 എന്ന് പറഞ്ഞാൽ V2 വരും. അടുത്ത ക്യാപിറ്റൽ L എന്ന് പറഞ്ഞാൽ ലെങ്ത് ഓഫ് ദ പൈപ്പ് ബിറ്റ്വീൻ സെക്ഷൻ 1-1 ആൻഡ് 2-2. ഈ 1-1 അതുപോലെ തന്നെ 2-2 എന്നുള്ള സെക്ഷനിടയിലുള്ള ആ ലെങ്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ക്യാപിറ്റൽ L എന്ന് പറയുന്നത്. അതുപോലെ സ്മോൾ ലെറ്റർ D എന്ന് പറഞ്ഞാൽ ഈ പൈപ്പിൻ്റെ ഡയമീറ്റർ ആണ് സ്മോൾ ലെറ്റർ D ആയിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇനി അടുത്ത് F' എന്ന് പറഞ്ഞാൽ ഫ്രിക്ഷണൽ റെസിസ്റ്റൻസ് പെർ യൂണിറ്റ് വെറ്റഡ് ഏരിയ പെർ യൂണിറ്റ് വെലോസിറ്റി ആണ്. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. F' is equal to frictional resistance per unit wetted area per unit velocity. ഇവിടെ നമുക്ക് HF എന്ന് പറഞ്ഞാൽ അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഹെഡ് ലോസ് ഡ്യൂ ടു ഫ്രിക്ഷൻ. അതായത് നമ്മുടെ ഈ ഒന്നാമത്തെ സെക്ഷനിൽ നിന്നും രണ്ടാമത്തെ സെക്ഷനിലേക്ക് ഫ്ലൂയിഡ് എത്തുമ്പോൾ ഫ്രിക്ഷൻ മൂലമുണ്ടാകുന്ന ലോസ് കണ്ടുപിടിക്കാനാണ് നമ്മുടെ കയ്യിൽ പറഞ്ഞിരിക്കുന്നത്. അതിനെയാണ് നമ്മൾ HF എന്ന് പറയുന്നത്. HF എന്ന് പറഞ്ഞാൽ ഹെഡ് ലോസ് ഡ്യൂ ടു ഫ്രിക്ഷൻ എന്നാണ് നമ്മൾ പറയുന്നത്. ഇനി നമ്മൾ ഈ രണ്ട് സെക്ഷനിലും ഈ 1-1 അതുപോലെ 2-2 എന്നുള്ള ആ രണ്ട് സെക്ഷൻ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആ രണ്ട് സെക്ഷനിൽ നമ്മൾ ബെർണോളിസ് ഇക്വേഷൻ അപ്ലൈ ചെയ്യുക. ഓക്കെ, അപ്ലൈയിങ് ബെർണോളിസ് ഇക്വേഷൻ ബിറ്റ്വീൻ സെക്ഷൻ 1-1 ആൻഡ് 2-2. എന്താണ് ബെർണോളിസ് ഇക്വേഷൻ പറയുന്നത്? ടോട്ടൽ ഹെഡ് അറ്റ് സെക്ഷൻ 1-1 ഇസ് ഈക്വൽ ടു ടോട്ടൽ ഹെഡ് അറ്റ് സെക്ഷൻ 2-2 പ്ലസ് ഇവിടെ നിന്ന് ഈ ഒന്നാമത്തെ സെക്ഷനിൽ നിന്ന് രണ്ടാമത്തെ സെക്ഷനിലേക്ക് എത്തുമ്പോൾ ഉണ്ടായ ആ ഒരു ഫ്രിക്ഷണൽ ലോസ്, അതായത് പ്ലസ് ലോസ് ഓഫ് ഹെഡ് ഡ്യൂ ടു ഫ്രിക്ഷൻ ബിറ്റ്വീൻ സെക്ഷൻ 1-1 ആൻഡ് 2-2. അതാണ് നമുക്ക് അവിടുത്തെ ബെർണോളിസ് ഇക്വേഷൻ ഫോർ റിയൽ ഫ്ലൂയിഡ് എന്ന് പറയുന്നത്. അതെന്താ നമുക്ക് എഴുതാൻ പറ്റുക? P1/ρg പ്ലസ് V1² /2g + Z. അതാണ് നമ്മുടെ ഒന്നാമത്തെ സെക്ഷനിലെ ടോട്ടൽ ഹെഡ് എന്ന് പറയുന്നത്. P1/ρg പ്ലസ് V1² /2g + Z1 അതാണ് നമ്മുടെ ഒന്നാമത്തെ സെക്ഷനിലെ ടോട്ടൽ ഹെഡ് ഈസ് ഈക്വൽ ടു രണ്ടാമത്തെ സെക്ഷനിലെ ടോട്ടൽ ഹെഡ് എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ എന്ത് വരും? P2/ρg പ്ലസ് V2² /2g + Z2. അതേപോലെ തന്നെ എന്തുകൂടെ വരും? HF, അതായത് ഹെഡ് ലോസ് ഡ്യൂ ടു ഫ്രിക്ഷൻ. ഇവിടുന്ന് ഇവിടം വരെ എത്താൻ നേരത്തുള്ള ആ ഫ്രിക്ഷൻ മൂലമുണ്ടായ ലോസ് കൂടെ നമ്മളവിടെ കൺസിഡർ ചെയ്യേണ്ടി വരും. അതാണ് ബെർണോളിസ് ഇക്വേഷൻ ഫോർ റിയൽ ഫ്ലൂയിഡ്സ് എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ദാറ്റ് ഈസ് P1/ρg പ്ലസ് V1² /2g + Z1 ഇസ് ഈക്വൽ ടു P2/ρg പ്ലസ് V2² /2g + Z2 പ്ലസ് HF എന്നാണ് നമുക്കവിടെ വരുന്നത്. ഇനി ഇവിടെ നമുക്ക് ഇതൊരു ഹൊറിസോണ്ടൽ Z1 Z2 എന്ന് പറയുന്നത് എന്താണ്? നമുക്കൊരു ഡാറ്റമുണ്ട്. ആ ഡാറ്റത്തിൽ നിന്ന് ഒന്നാമത്തെ സെക്ഷനിലേക്ക് ഡിസ്റ്റൻസ്, രണ്ടാമത്തെ സെക്ഷനിലേക്ക് ഡിസ്റ്റൻസ്, ഇതിനാണ് നമ്മൾ എന്താ പറയുക Z2-ഉം Z1-ഉം എന്നൊക്കെ നമ്മൾ പറയുന്നത്. ഇവിടെ നോക്കിയാൽ ഒരു ഹൊറിസോണ്ടൽ പൈപ്പ് ആയതുകൊണ്ട് എന്താണ് സംഭവം? ഈ Z1-ഉം Z2-ഉം എന്തായിരിക്കും? സെയിം ആയിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അത് സെയിം ആണ്. ഹൊറിസോണ്ടൽ പൈപ്പ് ആയതുകൊണ്ട് നമുക്ക് എന്താണ്? സെയിം ആണ്. അടുത്തത് V1-ഉം V2-ഉം എന്തായിരിക്കും? സെയിം ആയിരിക്കും. എന്തുകൊണ്ടാണ്? ഈ പൈപ്പിന് ഒന്നാമത്തെ സെക്ഷൻ രണ്ടാമത്തെ സെക്ഷനിലും ഒരേ ഡയമീറ്റർ ആണ്. അതുകൊണ്ട് എന്തായിരിക്കും? ഏരിയ സെയിം ആണ്. അപ്പോൾ നമുക്ക് അക്കോർഡിംഗ് ടു കണ്ടിന്യൂറ്റി ഇക്വേഷൻ A1V1 = A2V2, A1V1 = A2V2 ആണ്. ഏരിയ സെയിം ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി എന്തായിരിക്കും? വെലോസിറ്റിയും അവിടെ സെയിം ആയിരിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് V1 = V2 ആണ്. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് കാര്യങ്ങൾ നമ്മുടെ ഈ ഒരു ബെർണോളിസ് ഇക്വേഷനിൽ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്താ വരിക? P1/ρg അതേപോലെ തന്നെ എടുത്തെഴുതുക. P1/ρg
ഈ v1² അവിടെ ഉണ്ടാവില്ല, z1 ഉണ്ടാവില്ല, z2 ഉണ്ടാവില്ല, v2²2g ഉണ്ടാവില്ല. ബാക്കി എന്തൊക്കെയാണ് വരിക? p1/ρg അതേപോലെ തന്നെ അവിടെ എടുത്ത് എഴുതുക. p1/ρg = p2/ρg പ്ലസ് hf എന്ന് വരും. അതിൽ നിന്ന് നമുക്ക് hfന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും വരിക? hf = p1/ρg മൈനസ് p2/ρg എന്ന് നമുക്ക് വേണമെങ്കിൽ എഴുതാം. അതായത് hf = p1 മൈനസ് p2/ρg എന്ന് നമുക്ക് അവിടെ LCM എടുത്തു കഴിഞ്ഞാൽ hf = p1 മൈനസ് p2/ρg എന്ന് എഴുതാം. അതിന് ഇക്വേഷൻ നമ്പർ 1 എന്ന് എഴുതി വെച്ചേക്കുക. ഇനി അടുത്ത നമുക്ക് HF എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഹെഡ് ലോസ് ഡ്യൂ ടു ഫ്രിക്ഷൻ ആണ് എന്ന് നമുക്കറിയാം. അതേപോലെ തന്നെ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇൻറ്റൻസിറ്റി ഓഫ് പ്രഷർ എന്ന് പറയുന്നത് എന്തായിരിക്കും? ആ ഒരു ഫ്ലോ ഡയറക്ഷൻ അനുസരിച്ച് എന്താണ് റെഡ്യൂസ് ചെയ്തിട്ട് ഇരിക്കും. ദാറ്റ് ഈസ് ഹെൻസ് ഇൻറ്റൻസിറ്റി ഓഫ് പ്രഷർ വിൽ ബി റെഡ്യൂസ്ഡ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഫ്ലോ ബൈ ഫ്രിക്ഷണൽ റെസിസ്റ്റൻസ്. ഈ ഫ്രിക്ഷണൽ റെസിസ്റ്റൻസ് ഉള്ളത് കൊണ്ട് എന്താണ് ഫ്ലോ ഡയറക്ഷൻ ഏതാണോ ആ ഡയറക്ഷനിലേക്ക് പ്രോഗ്രസ് ചെയ്യുന്നതിന് അനുസരിച്ച് എന്താണ് നമ്മുടെ ഫ്രിക്ഷണൽ ഒരു ലോസ് ഓഫ് ഹെഡ് ഡ്യൂ ടു ഫ്രിക്ഷൻ എന്ന് പറയുന്നത്, അതുപോലെ ഇൻറ്റൻസിറ്റി ഓഫ് പ്രഷർ എന്ന് പറയുന്നത് എന്താണ് ഇൻറ്റൻസിറ്റി ഓഫ് പ്രഷർ കുറഞ്ഞുകൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഫ്രിക്ഷണൽ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മൾ ഓർത്ത് വെക്കുക. ഫ്രിക്ഷണൽ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഈസ് ഈക്വൽ ടു ഫ്രിക്ഷണൽ റെസിസ്റ്റൻസ് പെർ യൂണിറ്റ് വെറ്റഡ് ഏരിയ പെർ യൂണിറ്റ് വെലോസിറ്റി. നമ്മൾ നേരത്തെ F' ഇട്ടത് F' ഇൻറ്റു വെറ്റഡ് ഏരിയ ഇൻറ്റു വെലോസിറ്റി സ്ക്വയർ. ഇവിടെ വെലോസിറ്റി സ്ക്വയർ വരാൻ കാര്യം നമ്മൾ നേരത്തെ ഒരു ലോസ് ഓഫ് ഫ്ലൂയിഡ് ഫ്രിക്ഷനിൽ നമ്മൾ പറഞ്ഞിരുന്നതാണ്. ടർബുലന്റ് ഫ്ലോയുടെ കേസിൽ എന്താണ് HF എന്ന് പറഞ്ഞാൽ എന്താണ് എനിക്ക് പ്രൊപ്പോർഷണൽ ടു വെലോസിറ്റി റേസ് ടു n ആണ്. ഇവിടെ n-ന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ് 1.75 മുതൽ 2 വരെയാകാം. നമ്മളിവിടെ എന്തായിരിക്കുകയാണ് 2 ആണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. ഓക്കെ, അങ്ങനെ വരുമ്പോൾ നമുക്ക് F1 അതായത് ഫ്രിക്ഷണൽ റെസിസ്റ്റൻസ് ക്യാപിറ്റൽ F1 എന്ന് പറയുന്നതാണ് F' ഇൻറ്റു πdl ഇൻറ്റു v². വെറ്റഡ് ഏരിയ എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മുടെ ആ ഒരു ലിക്വിഡും അതുപോലെ തന്നെ നമ്മുടെ പൈപ്പുമായിട്ട് കോണ്ടാക്ട് ചെയ്ത് നിൽക്കുന്ന ആ വെറ്റഡ് ഏരിയ എന്ന് പറയുന്നത് πdl ആണ്. πd എന്ന് പറഞ്ഞാൽ പെരിമീറ്റർ ആണ്. അപ്പോൾ πd ഇൻറ്റു l ചെയ്താൽ നമുക്ക് ആ ഒരു വെറ്റഡ് ഏരിയ നമുക്ക് ബിറ്റ്വീൻ സെക്ഷൻസ് 1 and 2 നമുക്ക് കിട്ടും. അടുത്ത ഇൻറ്റു v². ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് നമുക്ക് ഈ ഇവിടെ πd എന്ന് പറഞ്ഞാൽ പെരിമീറ്റർ ആണ്. അതുകൊണ്ട് നമ്മളവിടെ ആ ഒരു F' ഇൻറ്റു നമുക്ക് എന്താണ് ആ πdക്ക് പകരം നമ്മൾ എന്ത് കൊടുക്കുക? ആ പെരിമീറ്റർ എന്നുള്ള p നമ്മളവിടെ കൊടുക്കുക. അപ്പോൾ നമുക്ക് F1 = F' ഇൻറ്റു PLV² എന്ന് കിട്ടും. അതിന് നമ്മൾ ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുത്ത് ഇട്ടേക്കുക. ഇനി നമ്മുടെ ഫിഗറിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് എന്താണ് നമുക്കവിടെ ആക്ട് ചെയ്യുന്ന ടോട്ടൽ ഫോഴ്സുകൾ ഏതൊക്കെയാണ് എക്സ്റ്റേണൽ ഫോഴ്സുകളും നമുക്കവിടെ ആ സെക്ഷൻസ് 1 and 2 നമുക്ക് ആക്ട് ചെയ്യുന്ന എക്സ്റ്റേണൽ ഫോഴ്സുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ആദ്യത്തെ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് ഈ ഒന്നാമത്തെ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ സെക്ഷൻ 1 ആക്ട് ചെയ്യുന്ന പ്രഷർ ഫോഴ്സ്. ഇനി രണ്ടാമത്തെ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ സെക്ഷൻ 2 ആക്ട് ചെയ്യുന്ന പ്രഷർ ഫോഴ്സ്. ഇനി മൂന്നാമത്തെ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫ്രിക്ഷണൽ ഫോഴ്സ് ആണ് നമുക്ക് അവിടെ വരിക. 3 ഫോഴ്സുകളാണ് നമുക്ക് അവിടെ ഉണ്ടാവുക. അപ്പോൾ നമുക്ക് ആ ഫോഴ്സുകളൊന്ന് നിരത്തി എഴുതാം. ഒന്നാമത് പ്രഷർ ഫോഴ്സ് അറ്റ് സെക്ഷൻ 1 ദാറ്റ് ഈസ് P1 ഇൻറ്റു എ. പ്രഷർ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇൻറ്റൻസിറ്റി ഓഫ് പ്രഷർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ് ഫോഴ്സ് ബൈ ഏരിയ ആണ്. പ്രഷർ ഫോഴ്സ് ബൈ ഏരിയ ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പ്രഷർ ഫോഴ്സിൻ്റെ ഇക്വേഷൻ എന്ത് വരും? ഇൻറ്റൻസിറ്റി ഇൻറ്റു എന്താ ഇതിങ്ങോട്ട് വന്നാൽ ഇൻറ്റൻസിറ്റി ഇൻറ്റു ഇൻറ്റൻസിറ്റി ഓഫ് പ്രഷർ ഇൻറ്റു ഏരിയ എന്ന് വരും. അപ്പോൾ നമുക്ക് എന്താണ് പ്രഷർ ഫോഴ്സ് അറ്റ് സെക്ഷൻ 1 എന്ന് പറയുമ്പോൾ ഇൻറ്റൻസിറ്റി ഓഫ് പ്രഷർ അറ്റ് സെക്ഷൻ 1 ഇൻറ്റു ഏരിയ അറ്റ് സെക്ഷൻ 1 എന്ന് എഴുതാം. അടുത്ത പ്രഷർ ഫോഴ്സ് അറ്റ് സെക്ഷൻ 2 എന്ന് പറഞ്ഞാൽ എന്താണ് ഇതേ സിമിലർലി നമുക്ക് എന്താണ് P2 ഇൻറ്റു എ എന്ന് എഴുതാൻ പറ്റും. അതായത് പ്രഷർ ഫോഴ്സ് അറ്റ് സെക്ഷൻ 2 എന്ന് പറഞ്ഞാൽ ഇൻറ്റൻസിറ്റി അറ്റ് സെക്ഷൻ 2 P2 ഇൻറ്റു ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ നമുക്ക് അവിടെ എഴുതാൻ പറ്റും. ലാസ്റ്റത്തെ ഫ്രിക്ഷണൽ ഫോഴ്സ് F1 എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഇവിടെ എഴുതിയ ഇക്വേഷൻ എന്താണ് F' ഇൻറ്റു PLV². ഓക്കെ, ഇനി നമുക്ക് ഇവിടെ എന്താണ് ഈ ഈ 3 ഫോഴ്സിനെ നമ്മൾ എന്താണ് ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ റിസോൾവ് ചെയ്യുക. അങ്ങനെയാണ് റിസോൾവിങ് ഓൾ ഫോഴ്സസ് ഇൻ ഹൊറിസോണ്ടൽ ഡയറക്ഷൻ. അപ്പോൾ നമുക്ക് എന്ത് വരും? നമുക്ക് ഹൊറിസോണ്ടൽ ഡയറക്ഷനിലേക്ക് നമ്മൾ എടുക്കുക റൈറ്റിലേക്ക് പോകുന്ന ഫോഴ്സ് പോസിറ്റീവായിട്ട് എടുക്കുക, ലെഫ്റ്റിലേക്ക് വരുന്നത് നെഗറ്റീവായിട്ട് എടുക്കുക. അപ്പോൾ നമുക്ക് എന്താ വരിക നോക്കാം. അപ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താണ് P1 ഇൻറ്റു എ മൈനസ് P2 ഇൻറ്റു എ മൈനസ് F1 = 0. ഓക്കെ, P1 ഇൻറ്റു എ എന്ന് പറഞ്ഞാൽ റൈറ്റിലേക്ക് പോകുന്നതാണ്, P2 ഇൻറ്റു എ ലെഫ്റ്റിലേക്ക്, F1 ലെഫ്റ്റിലേക്ക്. അപ്പോൾ നമുക്ക് അവിടെ മൈനസ് വരും =0 എന്ന് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താ ഒരു അടുത്ത് നോക്കാൻ നേരത്ത് നമുക്കറിയാം എന്താണ് ഇവിടെ നമുക്ക് ഈ 2 ഇക്വേഷൻ നോക്കാൻ നേരം നമുക്ക് എ കോമൺ ആണ്. അപ്പോൾ നമ്മൾ എ കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കുക. അപ്പോൾ എന്ത് വരും അവിടെ P1 മൈനസ് P2 ഇൻറ്റു എ എന്ന് വരും F1 റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകുക. ഓക്കെ, അപ്പോൾ നമുക്ക് F1ൻ്റെ ഇക്വേഷൻ നമ്മൾ നേരത്തെ ഇവിടെ കണ്ടുപിടിച്ചിട്ട് എന്താണ് F' ഇൻറ്റു PLV². അതവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് P1 മൈനസ് P2 എന്ന് പറയുന്നത് F' ഇൻറ്റു PLV² ഇൻറ്റു V² ഡിവൈഡ് ബൈ എ നേരെ താഴത്തേക്ക് വന്നാൽ ഇൻറ്റു ഡിവൈഡർ ബൈ എ എന്ന് വരും.
ഓക്കെ, ഇനി നമ്മൾ ആദ്യത്തെ ഇക്വേഷൻ നമ്മളെന്താണ് P1 മൈനസ് P2 നമുക്ക് എന്ത് കണ്ടുപിടിച്ചിട്ടുണ്ട്? നമ്മൾ ρg ഇൻറ്റു HF എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. കാര്യം എന്താണ്? നമുക്ക് P1 മൈനസ് P2 എന്ന് പറയുന്നത് നമുക്ക് ഫസ്റ്റ് നമ്മൾ ഒന്നാമത്തെ ഇക്വേഷൻ നമ്മൾ ഇവിടെ എടുത്തില്ല. നേരം നമുക്കറിയാം P1 മൈനസ് P2 ഇസിക്കൽ ρg എഫ്. അവിടെ നമ്മൾ എന്ത് കൊടുക്കുക? അതായത് ഇവിടുത്തെ ഈ P1 മൈനസ് P2 വരെ എന്ത് കൊടുക്കുക? ആ ρg HF എന്ന് പറഞ്ഞ വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഓക്കെ, അങ്ങനെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ρg HF ഇസിക്കൽ ടു എഫ് ഡാഷ് ഇൻറ്റു PL_V²/A എന്ന് വരും. ഓക്കെ, അതിൽ നിന്ന് നമുക്ക് വേണ്ടത് HF ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. HF ഇസിക്കൽ എന്ത് വരും? ഈ റോജി നേരെ റൈറ്റ് സൈഡിലേക്ക് പോകും, റൈറ്റ് സൈഡിൽ ഡിനോമിനേറ്ററിലേക്ക് പോകും. അപ്പോൾ നമുക്കത് അതിനെല്ലാം കൂടെ ഒന്ന് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ആദ്യമേ എഫ് ഡാഷ് ഡിവൈഡർ ബൈ റോജി, ഈ റോജിയാണ് നമുക്ക് ഇവിടേക്ക് വന്നിരിക്കുന്നത്. എഫ് ഡാഷ് ഡിവൈഡർ ബൈ റോജി. അതേപോലെ തന്നെ P/A ഒരുമിച്ച് എഴുതി, P/A ഇൻറ്റു LV² എന്ന് നമ്മളവിടെ എഴുതി. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് ഈ ഇക്വേഷൻ നമ്പർ 3 എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിന് കൊടുക്കുക. ഈ ഇക്വേഷൻ നമ്പർ 3യുടെ വാല്യൂ ആയിട്ട് നമ്മളത് എഴുതി വെക്കുക. ഇനി ഈ ഇക്വേഷൻ നമ്പർ 3യിൽ തന്നെ നമുക്ക് P/A, അതായത് വെറ്റഡ് പെരിമീറ്റർ ഡിവൈഡ് ബൈ ഏരിയ, അതൊന്ന് നമുക്ക് അതിൻ്റെ വാല്യൂസ് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം എന്ത് കിട്ടുമെന്ന്. പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ πd ആണ്, ഏരിയ എന്ന് പറഞ്ഞാൽ π/4d² ആണ്. അപ്പോൾ നമ്മളത് ചെയ്യുമ്പോൾ എന്താ വരിക? പൈ ക്യാൻസൽ ആയിട്ട് പോകും, ഈ 4 നേരെ മുകളിലേക്ക് വരും, ഒരു d ക്യാൻസൽ ആയിട്ട് പോകും. അപ്പോൾ നമുക്ക് എന്താ വരിക? 4/d എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, അതൊന്ന് ഓർത്ത് വെച്ചോളൂ, അത് ആവശ്യമുള്ളതാണ്. P/A എന്ന് പറയുന്നത് പെരിമീറ്റർ ഡിവൈഡർ ബൈ ഏരിയ എന്ന് പറയുന്നത് നമുക്ക് എന്തായാലും 4/d എന്നാണ് നമുക്കിവിടെ കിട്ടുക. അപ്പോൾ നമുക്ക് ഈ വാല്യൂ കിട്ടുക P/Aയുടെ വാല്യൂ നമുക്ക് എവിടെ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? നമ്മുടെ ഇക്വേഷൻ നമ്പർ 3യിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് വരും? HF ഇസിക്കൽ ടു എന്താ വരിക? എഫ് ഡാഷ് ബൈ റോജി ഇൻറ്റു 4/d ഇൻറ്റു LV² എന്ന് നമുക്കവിടെ വരും. ഓക്കെ, എഫ് ഡാഷ് ബൈ റോജി ഇൻറ്റു 4LV²/d എന്ന് നമുക്ക് എഴുതാം. ഇനി നമ്മൾ ഇവിടെ ഈ എഫ് ഡാഷ് ബൈ റോജിക്ക് പകരം എഫ് ഡാഷ് ബൈ റോയ്ക്ക് പകരം നമ്മൾ എന്ത് കൊടുക്കുക? F/2 എന്ന് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. നമ്മുടെ എക്സ്പെരിമെൻറ്റ് വെച്ച് കണ്ടുപിടിച്ചൊരു വാല്യൂ ആണത്. എഫ് ഡാഷ് ബൈ റോ ഇസ് ഈക്വൽ ടു F/2 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇവിടെ എഫ് എന്ന് പറയുന്നതാണ് നമ്മുടെ കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ എന്നാണ് നമ്മളവിടെ പറയുക, കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ. അപ്പോൾ നമ്മൾ ഈ എഫ് ഡാഷ് ബൈ റോയ്ക്ക് വരെ എന്ത് കൊടുക്കുക? F/2 എന്ന് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എങ്ങനെ വരിക? HF ഇസിക്കൽ ടു എന്താണ്? 4FLV²/2g ഇൻറ്റു d, ദാറ്റ് ഈസ് 4FLV²/d2g എന്നാണ് നമുക്ക് അവിടുത്തെ ആൻസർ വരിക. ഇവിടെ നമ്മൾ ആ 4ഉം 2ഉം തമ്മിൽ ക്യാൻസൽ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അവിടെ നമുക്ക് ആ 4F എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ്? ഫ്രിക്ഷൻ ഫാക്ടർ എന്നാണ് പറയുക. 4F എന്ന് പറയുന്നത് നമ്മുടെ ഫ്രിക്ഷൻ ഫാക്ടറാണ്. അതുകൊണ്ട് അത് 4ഉം 2ഉം തമ്മിൽ ക്യാൻസൽ ചെയ്ത് കളയേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ ഇക്വേഷനാണ് നമ്മൾ ഡാർസീസ് വെയ്സ്ബർഗ് ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് HF ഇസിക്കൽ ടു 4FLV²/d2g, ഇത് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ഇക്വേഷനാണ്. നമുക്ക് ഫ്ലോ ത്രൂ പൈപ്സിൻ്റെ കേസിൽ നമുക്ക് ഹെഡ് ലോസ് ഡ്യൂ ടു ഫ്രിക്ഷൻ ഇൻ ടർബുലൻറ്റ് ഫ്ലോ, പൈപ്സിൻ്റെ കേസിലുള്ള ടർബുലൻറ്റ് ഫ്ലോ ആണ് നമ്മുടെ പൈപ്പിലെങ്കിൽ അവിടെയുള്ള ആ ഒരു ഫ്രിക്ഷണൽ ഫോഴ്സ് കണ്ടുപിടിക്കാൻ, ഹെഡ് ലോസ് ഡ്യൂ ടു ഫ്രിക്ഷൻ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഇക്വേഷനാണ് ഡാർസി വെയ്സ്ബർഗ് ഇക്വേഷൻ. ഇവിടെ നമ്മൾ HF എന്ന് പറഞ്ഞാൽ 4FLV²/d2g ആണ്. ഇനി നമ്മൾ ആ സംടൈംസ് നമ്മൾ എന്താണ് ഈ 4Fന് പകരം നമ്മൾ 4 ക്യാൻസൽ ആയിട്ട് FLV²/d2g എന്ന് എഴുതും. പക്ഷെ നമുക്ക് പ്രോബ്ലം ചെയ്യേണ്ടത് എന്താണെന്ന് നമ്മുടെ HF ഇസിക്കൽ ടു 4FLV²/d2g, അതിനെയാണ് നമ്മൾ ഡാർസീസ് വെയ്സ്ബർഗ് ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇവിടെ F എന്ന് പറഞ്ഞാൽ നമുക്ക് ആ ഒരു കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ ആണ്. 4F എന്ന് പറഞ്ഞാൽ നമുക്ക് ഫ്രിക്ഷൻ ഫാക്ടറാണ്. അതൊന്ന് ഓർത്ത് വെച്ചേക്കാം. ഇതാണ് നമ്മുടെ ഡാർസീസ് വെയ്സ്ബർഗ് ഇക്വേഷൻ, അല്ലെങ്കിൽ ഡിറൈവ് ദ എക്സ്പ്രഷൻ ഫോർ ഹെഡ് ലോസ് ഡ്യൂ ടു ഫ്രിക്ഷൻ ഇൻ പൈപ്പ് എന്ന് പറഞ്ഞ് ചോദിക്കുകയാണെങ്കിൽ, നമുക്ക് ടർബുലൻറ്റ് ഫ്ലോയുടെ കേസ് എന്ന് പറഞ്ഞ് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ ഈ ഇക്വേഷനാണ്, ഡാർസീസ് വെയ്സ്ബർഗ് ഇക്വേഷനാണ് നമ്മൾ ഡിറൈവ് ചെയ്യേണ്ടത്.